നമസ്കാരം. ബിഗ് ബോസിനകത്ത് പട്ടാ ഗേൾസ് തെറ്റിപ്പിരിഞ്ഞു. രാവിലെ അനീഷ് വന്നിട്ട് നമ്മൾ ഇന്നലെ കണ്ടതാണ്. പട്ടാ ഗേൾസ് തമ്മിലുള്ള വലിയൊരു ഫൈറ്റായിരുന്നു, ഭയങ്കര ഫൈറ്റ് തന്നെയായിരുന്നു. രാത്രി വളരെ ലേറ്റായിട്ടും അതിനെക്കുറിച്ച് സംസാരം. അനുമോള് ഒറ്റപ്പെടുന്നു, അനീഷ് വന്ന് സമാധാനിപ്പിക്കുന്നു. അനീഷ് കട്ടയ്ക്ക് അനുമോളുടെ കൂടെ നിൽക്കുന്നു. ബാക്കി എല്ലാവരും തന്നെ അനുമോൾക്കെതിരെ നിൽക്കുന്നു. ശരിക്കും എല്ലാവരും എതിരെയായിരുന്നു കേട്ടോ. ആരും അനുമോളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല അകത്ത്. പക്ഷേ പുറത്തതനുസരിച്ച് അനുമോൾക്ക് സപ്പോർട്ട് കൂടിയും വരികയാണ്, ആദിലയുടെയും നൂറയുടെയും സപ്പോർട്ട് കുറഞ്ഞും വരികയാണെന്ന കാര്യം ഇവർ അറിയുന്നില്ല. അതുപോലെ തന്നെ ഷാനവാസ് ഈ പറഞ്ഞ പോലെ മറ്റേ ആദിലയുടെയും നൂറയുടെയും ഒപ്പം തന്നെ അനുമോളെ കുത്താനും അനുമോൾക്കെതിരെ പറയാനും ഒക്കെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഷാനവാസിന് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കൊള്ളാം, അനുമോളുടെ സപ്പോർട്ട് എന്തായാലും കൂടുന്നുണ്ട്, നല്ല കാര്യം തന്നെ. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ആദില ഇപ്രാവശ്യം എങ്ങനെ പോയാൽ ഔട്ടാവാനുള്ള സാധ്യത കുറച്ച് നേരത്തെ ഔട്ടാവേണ്ടതായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷേ ഇനിയെങ്കിലും ഔട്ടാക്കിയില്ലെങ്കിൽ അത് മറ്റാരെങ്കിലും നന്നായിട്ട് കളിക്കുന്നവരെ ബാധിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാവാൻ സാധിച്ചത്. എന്തായാലും രാവിലെ അനീഷ് കുറേ അധികം നേരം ഇവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഇവരെ ഒന്ന് ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അനുമോൾ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറയുന്നു. അനുമോളുടെ ഫെയിം കണ്ടിട്ടാണ് ഇവർ രണ്ടും കൂടെ കൂടിയെന്ന് ആണ് ആരോപണം. ആ ആരോപണത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അനുമോൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതേപോലെ തന്നെ എങ്ങനെ ചിരട്ടപ്പുട്ടുണ്ടാക്കാനുള്ള ഇൻവെൻഷൻ നെവിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഈ പറഞ്ഞ സൂം ചെയ്ത് കാണിച്ചിട്ടില്ല ബിഗ് ബോസ്. അതങ്ങനെയാണല്ലോ, കുറച്ച് സസ്പെൻസ് നമ്മളെ റിവ്യൂ ചെയ്യുന്നവരെ കുഴപ്പിക്കാൻ വേണ്ടി കുറച്ച് സസ്പെൻസ് ഇടുന്നത് ബിഗ് ബോസിൻ്റെ ഒരു പതിവാണ്. അതേപോലെ തന്നെ വൈകുന്നേരം അതെങ്ങനെയാണെന്ന് ചിലപ്പോൾ കാണിക്കുമായിരിക്കും. നമ്മളെ വളരെ ദൂരെ എന്നുള്ള വിഷ്വൽസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതെങ്ങനെയാണ് എന്തായാലും ഒരുപാട് 100 ദിവസങ്ങൾക്ക് ശേഷം, അതായത് 19 ദിവസത്തിന് ശേഷം അവർ പുട്ട് തിന്നു. അതൊരു വലിയ വാർത്തയാണ് അതിനകത്ത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. അപ്പം ഇതിനകത്ത് മെയിനായിട്ടുള്ള വിഷയം ഈ പറഞ്ഞ പോലെ എല്ലാം, അതായത് കഴിഞ്ഞ ആഴ്ച എന്താണോ സംഭവിച്ചത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ്. അന്ന് എന്തൊക്കെ ആരോപണങ്ങളായിരുന്നോ നെവിനൊക്കെ, അവർക്കെല്ലാം പോസിറ്റീവായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ആഴ്ച കണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പുറത്താക്കിയ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞവരൊക്കെ തന്നെ ഈ പ്രാവശ്യം നെവിനെ വാനോളം പുകഴ്ത്തുന്നു. നെവിൽ ഈ പറഞ്ഞ പോലെ അടുക്കളയിൽ പൂണ്ടുവിടയാടുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. അനുമോൾ ആരുമില്ല. അനീഷിന് ഒരു പരിധി വരേക്കുള്ള സംസാരിക്കാൻ പറ്റില്ല. അനീഷ് കുറേ നേരം സംസാരിച്ച് നോക്കി, പക്ഷേ അനുമോൾ ടൈം ചെയ്യുന്നില്ല. ബാക്കിയുള്ളവരും അതനുസരിച്ച് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പറയുന്നു അനുമോളെക്കാട്ടിൽ ഭേദം അക്ബറാണ് എന്നൊരു പ്രസ്താവന പോലുള്ള അതിലവർ കൊണ്ടുവന്നിട്ടുണ്ട്. അനുമോളാണ് ഇതിലും വലിയ വിഷം, ഇതിലും അക്ബർ ഒന്നുമില്ല, ആ ദേഷ്യം കാണിക്കുന്നെങ്കിലുണ്ട്. പക്ഷേ അനുമോൾ അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നു. ഷാനവാസ് അവരുടെ ഒപ്പം നിൽക്കുന്ന എന്തിനാണെന്ന് മനസ്സിലായത്. എന്തായാലും കൊള്ളാം, കളി അറിയാവുന്ന അനീഷ് ഈ പറഞ്ഞ പോലെ അനുമോളുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അനീഷിനും നല്ലപോലെ വോട്ട് കൂടാൻ ഈ ആഴ്ച സാധ്യതയുണ്ട്. അനുമോൾക്ക് നല്ല സപ്പോർട്ട് കിട്ടും. ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ തുലാസിൽ തന്നെയാണ്. പിന്നെ അങ്ങും ഇങ്ങും എത്താതെ നെവിനൊക്കെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ.